എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തിപ്പല്ലിമേൽ കുറച്ച് കുറ്റിക്കുരുമുളക് നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ആറ്റ് ചെയ്യാം. കുറേ എണ്ണുണ്ട്. ഇത് കണ്ടെങ്കിൽ ഇതെല്ലാം തിപ്പല്ലിയ, ഇതെല്ലാം തീർത്ത്. അപ്പം നമ്മൾ ഈ മണ്ണ് ഇങ്ങനെ മുറിച്ചതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമുക്ക് വേറെ കുഴിച്ചിട്ട് കുറേ ആക്കിയെടുക്കുക. രണ്ടെണ്ണം നിങ്ങളെ വീട്ടിലുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുത്തതിൻ്റെ ശേഷം പിന്നെ അയിമന്ന് ഉണ്ടാക്കിയെടുത്തതിൻ്റെ ശേഷം അയിമന്ന് നമ്മൾ ഇങ്ങോട്ട് കുറ്റിക്കുരുമുളക് വള്ളിയിൽ എടുത്തിട്ട് ഇങ്ങനെ ഈമൽ ബഡ് ചെയ്ത് നല്ല ഉണ്ടാക്കി കുറേ ആക്കിയെടുക്കും. അതുപോലെ തന്നെ ഇപ്പം ഇതുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കുറേ ചെയ്താൽ ഇത് ഇപ്പോൾ ഒരു മാസം ആയി ചെയ്തിട്ട് ഇത് പൊടിപ്പ് എടുത്താ ഇതുണ്ടെങ്കിൽ പൊടിക്കുന്നത് ഇതെല്ലാം പൊടിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ടതാ. ഇങ്ങനെ ഇത് നമുക്കിപ്പം കാണിച്ചിട്ട് ഏതാ ഇല മുറിക്കുന്നത് നോക്കുമ്പോൾ ഒന്നിൻ്റെ ഇതെന്താ കായ്ഫലം ഈമ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു ഇളപ്പുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു ഇളപ്പുള്ള ഇല പൊട്ടുന്നുണ്ടെങ്കിൽ പുതിയ ഇത് നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് കട്ട് ചെയ്യാം. ഇതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ എടുക്കുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉറപ്പും കാര്യങ്ങളും നോക്കണം. ഇവിടെ നമ്മൾ ഒരു എളുപ്പം കാണുന്നത്. ഈ എളുപ്പം എന്ത് ചെയ്യാം, നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് എടുത്ത് തരിക. ഇത് തീർത്ത് ഇതിൻ്റെ കൊമ്പ് നിങ്ങളും എടുത്ത് തരിക. ഇത് നിങ്ങൾക്ക് കുറേ നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ പല്ലിമൽ എത്തിക്കുക. ഇത് തീർത്തങ്ങ് എടുത്ത് തരിക. ഇത് ബഡ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതങ്ങ് എടുത്ത് തരിക. ഇനി നമ്മൾ ഈ മേലെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നേരെ ലേഡ് എടുത്തിട്ട് ഇത്തിരി നമ്മൾ താത്തി അട വെക്കുക. ഇതിൻ്റെ ശേഷം ഇതില്ലേ ഇത് 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 നമ്മൾ ഈ ഇല അങ്ങ് ഇങ്ങനെ ആയിക്കില്ല. ഈ ഇല നമ്മൾ പകുതി മാണെങ്കിൽ ഇങ്ങനെ അങ്ങ് എടുത്ത് തരിക. ഇതും എന്ത് ചെയ്യുക, ഇത് നമ്മൾ പകുതി ഇങ്ങനെ അങ്ങ് ആയിക്കില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നിരത്തി ഒറ്റ ഇങ്ങനെ ചെത്തിക്കില്ല. നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇപ്പാവും എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പാവും നമ്മൾ കുറച്ച് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. ഇങ്ങനെ ഇതൊന്ന് ദേശോട് എന്ത് ചെയ്യുക, നമ്മൾ ചെത്തുമ്പോൾ ഇവിടെ ഇപ്പം നല്ലോണം ദേശം ചാച്ചങ്ങ് എടുത്ത് കാണണം. കാരണം ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ വിരലിൽ ഇവിടെ ഒരു കല്ലിട്ടാൽ ചോട്ടിൽ റെഡിയായിട്ട് ഇവിടെ അമർന്ന് നിൽക്കണം. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ തന്നെ ഇതിന് കണക്കാക്കി ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കുക. ഇതെന്ത് നമ്മളെ ചോട്ടിൽ നിന്ന് ഇങ്ങോട്ട് നല്ലോണം ഇത് അപ്പുറം ഇപ്പുറം നേരെയായിട്ട് ചോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരു കെട്ടും കെട്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ എന്താ ചെയ്യണം, ചോട്ടിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നല്ലോണം ഒരു ഒത്ത ടൈറ്റിൽ ഇങ്ങനെ സഞ്ചി കൊണ്ട് ഈ സഞ്ചി ഈറ്റ ഒരു പേക്ക് നമ്മളവിടെ മായിക്കൊണ്ട് വെച്ചാൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ഒരൊത്ത ടൈറ്റിൽ ഇങ്ങനെ അവിടെ കെട്ടി വെക്കുക. ഒരു പേക്ക് സഞ്ചി ഇപ്പം ഞാൻ കണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പേക്ക് മായി അവിടെ വെച്ചാൽ ഇങ്ങനെ ടൈറ്റ് വെക്കുക. നല്ലോണം ഒത്ത ടൈറ്റിൽ ചോട്ട് കൂടി ഇതിൻ്റെ അടി കൂടി എടുത്തിട്ട് ഇങ്ങനെ എടുത്തതിൻ്റെ ശേഷം നല്ലോണം ഇങ്ങനെ ചുറ്റിയാൽ ഇതൊരു പ്രശ്നമില്ല, വേഗം കഴിയും നമുക്ക് ചെയ്യുക. ഇതിപ്പം ഞാൻ കുറേ ചെയ്ത് ഇതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു നൂലെടുത്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു നൂലെടുത്തിട്ട് നമുക്ക് ഒരു ഉറപ്പിന് ഇവിടെ ഇങ്ങനെ നല്ല വലിഞ്ഞ് കുറച്ച് നേരം വലിഞ്ഞങ്ങ് കെട്ടിയും കൊടുക്കുക. ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കുക. വേഗം കഴിയും നമുക്ക്. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, ഇങ്ങനെ നല്ലോണം അവിടെ പിരിച്ച് ഈ നൂല് ഇങ്ങനെ അടയാക്കുക. ഇതിപ്പോൾ അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിൽ ഇതിൻ്റെ തണ്ടില്ലേ, ഇനി ഇതിൻ്റെ തണ്ടും നമുക്ക് കുഴിച്ചിട്ടിട്ട് ഇതിപ്പോൾ ഒരു പിന്നെ രണ്ടെണ്ണത്തിന് 2 പാക്കറ്റിൽ ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമുക്കൊരു 10 പേക്ക് വല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതാക്കി എടുത്താൽ ഇങ്ങനെ കുറ്റിക്കുരുമുളക് നല്ലതാണ്. ഇപ്പം കുറ്റിക്കുരുമുളക് ഉണ്ടാകുന്ന ഞാൻ എടുത്തത് കണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യാം, അങ്ങോട്ട് ഇതെല്ലാം ഒരു മാസമായി ഇതിപ്പോൾ ചെയ്തിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഒരു മാസമായി. ഇത് പൊടിക്കുന്നുണ്ടെങ്കിൽ പൊടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ അവിടെ വെക്കുക. ഇങ്ങനെ അവിടെ വെക്കുക, നനച്ച് കൊടുത്താൽ മഴ കൊള്ളറ് ഇങ്ങനെയാക്കുക. അപ്പം 10 നമുക്ക് തിപ്പല്ലി വീട്ടിലുണ്ടെങ്കിൽ 10 എണ്ണത്തുമ്പോൾ നമുക്ക് 100 എണ്ണം ആക്കി എടുത്തിട്ട് ആകുന്നതിനനുസരിച്ച് 3, 5, 10 നമ്മൾ ചെയ്തു അട വെക്കുക. എന്നാൽ എന്ത് ചെയ്യാം, നമുക്ക് അതിന് നല്ല വരുമാനം കിട്ടും. അപ്പം തിപ്പല്ലിമേലും കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യുക. മറ്റേന്ന് ചെയ്യാം, നമുക്ക് ബയലേരിയയിലെല്ലാം രോഗം പിടിക്കലിനും ഇത് നല്ല പിന്നെ സംഗതിയാണ്. രോഗം പള്ളിക്ക് പിടിക്കുകയില്ല. ഇങ്ങനെയാണെങ്കിൽ നനവ് വേണോ എന്നേ മാത്രമാണ്, കൂടുതൽ നനവ് വേണോ തിപ്പല്ലിക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയും കൃഷി ചെയ്യുക. നിങ്ങൾക്ക് 10 തിപ്പല്ലിയെല്ലാം വാങ്ങിക്കൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പിന്നെ കുറ്റിക്കുരുമുളക് ഇതാക്കി എടുത്താൽ ഒരു പിന്നെ ഹീമല കുറ്റിക്കുരുമുളെല്ലാം പടർന്ന് നിന്നിട്ട് അടിയിലൊരു കുത്തുവലം കൊടുത്ത് ആടെ നിന്നോളും. ചട്ടിയിലാക്കി വെച്ചിട്ട്